ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മച്ചാമാരെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്നെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് മച്ചാനെ. കാരണം വെച്ചാൽ ഇത് മിസ് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ ഇടയ്ക്ക് ആയിട്ട് തന്നെ എനിക്ക് കുറച്ചധികം മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. മച്ചാനെ ഈ വർക്ക് പെർമിറ്റ് ഒന്ന് ജെന്യൂൻ ആണെന്ന് ചെക്ക് ചെയ്ത് തരാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഓഫർ ലെറ്ററും എനിക്ക് ഇതുപോലെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു മച്ചാൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും റിയൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും, ഏജൻസി ത്രൂ വന്നാണ്, ഒരാൾക്ക് വന്നിട്ടുള്ള ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് വന്നിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞത്. മച്ചാനെ നമ്മളുടെ ഇടയിൽ തന്നെ ഒരുപാട് പേര് ഇതുപോലെ വർക്ക് പെർമിറ്റ് വന്നിട്ട് വർക്ക് പെർമിറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി, അത് ജെന്യൂൻ ആണോന്ന് അറിയാതെ ഏജൻസികൾക്ക് തരുന്ന വർക്ക് പെർമിറ്റ് നമ്മൾ നോക്കി നിന്നിട്ട് അവർ പറയുന്ന പൈസയും കൊടുത്തിട്ട് അത് ജെന്യൂൻ അല്ല പറഞ്ഞോന്ന് വെച്ചാൽ ഫേക്ക് ആയിട്ടുള്ളൊരു വർക്ക് പെർമിറ്റ് ആണ് അല്ലെങ്കിൽ ഓഫർ ലെറ്റർ ആണ് പറഞ്ഞോന്ന് വെച്ചാൽ വളരെയധികം നമ്മൾ ബുദ്ധിമുട്ടി പോവും. അപ്പൊ അതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ഇറ്റ്സ് മീ പ്രസാദ് ഫ്രം മച്ചാൻ 2.0 സൈനിങ് ഇൻ. അപ്പൊ മച്ചാനെ ഇന്നത്തെ കാര്യം എന്താണെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഈ വീഡിയോ ഫുള്ളിരുന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ ഫുള്ളിരുന്ന് വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇതുപോലെ തട്ടിപ്പിൽ പോയി പെടാതിരിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. അപ്പൊ മച്ചാനെ നമുക്ക് വർക്ക് പെർമിറ്റ് നമ്മുടെ കയ്യിൽ വന്നു അല്ലെങ്കിൽ ഒരു ഓഫർ ലെറ്റർ നമ്മുടെ കയ്യിൽ വന്നു എന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സോഴ്സുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ നോക്കാം. ആദ്യം നമ്മുടെ കയ്യിൽ വർക്ക് പെർമിറ്റ് വന്നതിനാണ് ചില സിമ്പിളായിട്ട് അങ്ങനെ ഒരു കാരണവശാലും നമുക്ക് വർക്ക് പെർമിറ്റ് നമുക്ക് ഓൺലൈനിൽ അപേക്ഷിച്ചാലോ നമുക്ക് പെട്ടെന്ന് വർക്ക് പെർമിറ്റ് നമ്മുടെ കയ്യിൽ കിട്ടില്ല. ഒരു എംപ്ലോയറിന്റെ അടുത്ത് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർ ഓക്കെ ആയി, അവർ ആ കമ്പനിക്ക് ആളിനെ എടുക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ നമുക്കൊരു ജോബ് ഓഫർ തരുള്ളൂ. കാരണം വെച്ചാൽ അവരുടെ ക്രൈറ്റീരിയ ഓക്കെ ആണ്, അവരുടെ ക്രൈറ്റീരിയക്ക് അനുസരിച്ച് നമ്മൾ ജോലി ചെയ്യാൻ താല്പര്യമാണ്, അവർക്ക് ആ കമ്പനിക്ക് നമ്മൾ ആവശ്യമാണെന്ന് പറഞ്ഞു വെച്ചാൽ മാത്രമാണ് നമുക്കൊരു ജോബ് ഓഫർ കിട്ടുക. അല്ലാതെ നമ്മൾ ഓൺലൈനിൽ അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു വെച്ചാൽ ഉടനെ തന്നെ നമുക്കൊരു ജോബ് ഓഫറോ വർക്ക് പെർമിറ്റോ അവർ ഇഷ്യൂ ചെയ്ത് തരില്ല. അത് ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. പലരും ഇത് ഈ പറയാനുള്ള കാര്യം പറഞ്ഞു വെച്ചാൽ മച്ചാനെ ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ അടുത്തൊരു സുഹൃത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നാണ്. മച്ചാനെ ഞാൻ ഓൺലൈനിൽ ആപ്ലിക്കേഷൻ കൊടുത്തു, ഒരു ഏജൻസിക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഏജൻസി എന്നെ കോൺടാക്ട് ചെയ്തതിന് ശേഷം മച്ചാനെ എനിക്കൊരു ജോബ് ഓഫർ തന്നു. ജോബ് ഓഫർ പറഞ്ഞാൽ വെച്ചാൽ കാനഡയിലോട്ടാണ് ജോബ് ഓഫർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല സാലറി ഒക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ ഞാൻ അവരടുത്ത് ചോദിച്ചു, മച്ചാനെ ഈ ജോബ് ഓഫർ തരുന്ന സമയത്ത് നിങ്ങളുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ ഒന്നും ഇല്ല മച്ചാനെ, നമുക്ക് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുത്തതിന്റെ ജോബ് ഓഫറാണ് ഈ ഏജൻസി തന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര രൂപ കൊടുത്തു ചോദിച്ചപ്പോൾ 5000 രൂപയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് കൊടുത്തത്. അവർ ഒരുപാട് പൈസ ഫസ്റ്റ് ചോദിച്ചു, 10-30,000 രൂപ ഫസ്റ്റ് ചോദിച്ചു, 5000 രൂപ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ മച്ചാനെ ഇതിലുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം വെച്ചാൽ ഇതുപോലെയുള്ള പല തട്ടിപ്പുകളും ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മളുടെ ഒരു കമ്പനിക്ക് വേണമെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മുടെ കാര്യങ്ങൾ അവർ നോക്കി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓക്കെ ആയി കഴിഞ്ഞു വേണമെന്ന് വെച്ചാൽ ആ കമ്പനിക്ക് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അവർ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്കൊരു ജോബ് ഓഫർ ആ കമ്പനി നമുക്ക് തരിക. അല്ലാത്ത പക്ഷം കിട്ടുന്ന ഇതുപോലെയുള്ള ജോബ് ഓഫറുകളൊക്കെ ഫേക്ക് ആയിരിക്കും. അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ രണ്ടാമത് ചെക്ക് ചെയ്യണം വെച്ചാൽ മച്ചാൻ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഓക്കെ ആണ്, ഒരു ജോബ് ഓഫർ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് നമുക്ക് ഏജൻസിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ വന്നു വെച്ച് പറഞ്ഞു വെച്ചാൽ മച്ചാനെ ഇതിൽ ചെക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാനുള്ളത് നമുക്ക് സെൽഫായിട്ട് തന്നെ ചെക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും. നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് നമ്മളിപ്പോൾ വർക്ക് പെർമിറ്റിൽ നമ്മൾക്ക് ഇഷ്യൂ ചെയ്ത് വരുന്ന സമയത്ത് ഡച്ച് ലാംഗ്വേജിലോ അല്ലെങ്കിൽ മറ്റുള്ളതായിരിക്കും അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്ത് നിങ്ങൾക്ക് അതിനെ സ്കാൻ ചെയ്തിട്ട് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്കോ ചേഞ്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് അത് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് പൊസിഷനെ തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ജെന്യൂൻ ആയിട്ട്, കാരണം വെച്ചാൽ ഒരു അക്ഷരം തെറ്റാതെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാം. കാരണം വെച്ചാൽ ഇതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. കാരണം വെച്ചാൽ ഈ ഒരു ജോബ് ഓഫർ അവരൊരു PDF ഫയൽസ് അയച്ചു തന്നു, വർക്ക് പെർമിറ്റ് ആണ്, ഡച്ച് ലാംഗ്വേജിലാണ്, നമ്മുടെ പേരുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കില്ല, കുറെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ചോദിക്കുമ്പോൾ ഏജൻസി ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ആ പൈസയും കൊടുത്തു. അവർ ചോദിച്ചു 50 വർക്ക് പെർമിറ്റ് വന്നു ഒരു 50,000 തരാൻ പറഞ്ഞു, അങ്ങനെ പൈസയും കൊടുത്തു. അങ്ങനെ ഒരിക്കലും പോയി പെടരുത്. നിങ്ങൾ ഫുള്ളായി ഫൈനൽ ചെക്ക് ചെയ്യണം. കാരണം വെച്ചാൽ
ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് അതുമായിട്ട് മാച്ച്ഡ് ആണോ എന്ന് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ഫൈനൽ ചെക്ക് ചെയ്യുക. പിന്നെ അതിനുശേഷം ആ കമ്പനിയുടെ ഡോക്യുമെന്റ്സ്, അതെന്ന് വെച്ചാൽ കമ്പനിയുടെ സീല് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് തന്നിട്ടുള്ള കൗൺസിലേറ്ററിന്റെ സീലും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അത് പക്ക ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഏത് വർക്ക് പെർമിറ്റിലും ഏത് ഓഫർ ലെറ്ററും അതാത് കമ്പനിയുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും മെയിൽ ഐ ഡിയും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും, വ്യക്തമായിട്ട് കൊടുക്കണമെന്നാണ്. ഏതൊരു വർക്ക് പെർമിറ്റിലോ ജോബ് ഓഫറിലോ കൊടുക്കണമെന്നാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക പറഞ്ഞു വെച്ചാൽ അവർ കൊടുത്തിട്ടുള്ള ജോബ് ഓഫറിലോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിലോ വരുന്ന കോണ്ടാക്ട് ഡീറ്റെയിൽസിലേക്ക് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുക. മെയിൽ ചെയ്ത് ചോദിക്കാം, അല്ല പറഞ്ഞു വെച്ചാൽ നിങ്ങൾ നേരിട്ട് അവർക്ക് മെയിൽ ചോദിക്കുക, ഇല്ല വെച്ചാൽ അവർ കോൺടാക്ട് ചെയ്തിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ടോ കാര്യം വിശദമായിട്ട് തിരക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ജോബ് ഓഫർ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നുപോലെ ഒരു വർക്ക് പെർമിറ്റ് വന്നിട്ട് ഇത് ജെന്യുവിൻ ആണോ എന്ന് നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ചെയ്തിട്ടോ മെയിൽ ചെയ്ത് ചോദിക്കുക. കാരണം വെച്ചാൽ നമുക്ക് ചോദിക്കേണ്ടത് പറഞ്ഞാൽ ഈ പൈസ കൊടുക്കുന്നതിന് മുമ്പ് കേട്ടോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ അവരെന്തായാലും ഫേക്ക് ആയിട്ടുള്ള ഒരു ജോബ് ഓഫർ ആണ് വെച്ചാൽ നിങ്ങൾക്ക് അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്ന് അവർ എന്തായാലും തീർച്ചയായും പറയുക. കാരണം വെച്ചാൽ ആ കമ്പനിയിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ ആ വർക്ക് പെർമിറ്റ് നിങ്ങൾക്കുള്ളതല്ല എന്ന് അവർ തീർച്ചയായും പറയും. ഇല്ല പറഞ്ഞു വെച്ചാൽ അവർ ആ കമ്പനിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് തരുന്നതാണെന്ന് വെച്ചാൽ അവർ ഡയറക്റ്റ് പറയും ഇറ്റ്സ് ഒറിജിനൽ എന്ന് പറയും. കാരണം വെച്ചാൽ അത് അവിടെ ഉള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജോബ് ഓഫറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് പെർമിറ്റ് ആണെന്ന് അവർ എന്തായാലും തീർച്ചയായും പറയും. അത് ആ ഒരു മടി കൂടാതെ തന്നെ നിങ്ങളത് അതിനെ ചോദിച്ചു നോക്കുക, അവരുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കുക. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യുക പറഞ്ഞു വെച്ചാൽ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഓക്കെ ആണ് കഴിഞ്ഞു വെച്ചാലും പിന്നെ ഉണ്ട് അവരുടെ ടാക്സ് ഇൻഫർമേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിന് കുറച്ച് വെബ്സൈറ്റും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്തിരി ചെക്ക് ചെയ്യാനെന്ന് വെച്ചാൽ നെറ്റിലൊക്കെ കയറി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ട് വെച്ചാൽ മച്ചാനെ അവരിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ട് മച്ചാനെ ഈ PDF ഫയൽസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള വർക്ക് പെർമിറ്റിന്റെ ഫയൽസ് അവരുടെ അടുത്തൊന്ന് ചെക്ക് ചെയ്യാൻ പറയാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു 4-5 ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ട് കാരണം വെച്ചാൽ വർക്ക് പെർമിറ്റ് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇല്ല പറഞ്ഞു വെച്ചാൽ ഒരു കൺസൾട്ടേറ്ററിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഡയറക്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾ ഫൈനൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാവണം ഈ പുറത്തോട്ടുള്ള രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തോട്ട് പോയതിനു ശേഷം അഥവാ വർക്ക് പെർമിറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ആയി ലക്ഷങ്ങൾ കൊടുത്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് അറിയുന്നത് ഇതൊരു ഫേക്ക് ആയിട്ടുള്ളൊരു വർക്ക് പെർമിറ്റ് ആണ് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ളൊരു ഏജൻസിയാണ് നിങ്ങൾ കൊണ്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ വെച്ചാൽ പിന്നെ ആ പൈസ തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അവർ നമ്മളെ ബ്ലോക്ക് ചെയ്ത് അവരതിന്റെ കാര്യം നോക്കി പോകും. അപ്പൊ പൈസ നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞു കാരണം വെച്ചാൽ ഈ വർക്ക് പെർമിറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് അതുമായിട്ട് കറക്റ്റ് മാച്ച്ഡ് ആണെങ്കിൽ മാത്രമേ മച്ചാനെ ഇത് ഒറിജിനലാണെന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും വിട്ട് കളയരുത്. കാരണം വെച്ചാൽ ആ കമ്പനിയെ നമുക്ക് വർക്ക് പെർമിറ്റ് വന്നിട്ടുള്ള കമ്പനിയെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതുപോലെയുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് സന്ദർശിച്ചതിന് ശേഷം അതാത് ഡീറ്റെയിൽസ് അതായത് ഇൻഫർമേഷൻ കറക്റ്റ് തന്നെയാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അവർക്ക് ടാക്സ് അടയ്ക്കുന്ന കമ്പനിയാണോ, ടാക്സ് ഇൻഫർമേഷൻ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ അടുത്ത് ഒരു കൺസൾട്ടന്റിനെ നേരിട്ട് കണ്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോകാൻ ശ്രമിക്കുക. അപ്പൊ ഇനിയും ഇതുപോലെ ആരും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോ. അപ്പോൾ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഇറ്റ്സ് മീ പ്രസാദ് മച്ചാൻ 2.0 സൈനിങ് ഔട്ട്.